കൊല്ലത്തെ സായിസ് ഹോസ്റ്റലിൽ ആത്മഹത്യ ചെയ്ത 2 വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം നമ്മളേവരെയും നടുക്കിയ വാർത്തയാണ്. അതിൽ ഒരാളായ കോഴിക്കോട് കടലുണ്ടി സ്വദേശിനിയും ഒപ്പം തന്നെ +2 വിദ്യാർത്ഥിനിയുമായ സാന്ദ്രയുടെ വീട്ടിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. വളരെ ദുഃഖകരമായ സംഭവമാണ് ഉണ്ടായത്. വളരെ നമ്മളെല്ലാവരെയും ഒരുപോലെ ആഘാതമേൽപ്പിച്ച വിഷയമാണ് ഉണ്ടായത്. സാന്ദ്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കുടുംബത്തിൻ്റെ ഒരു വിളക്ക് എന്ന രീതിയിൽ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണിത്. സാമ്പത്തികമായി വളരെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കുട്ടിയാണിത്. സാന്ദ്ര എപ്പോഴും മാതാപിതാക്കളെ ആശ്വസിപ്പിച്ചിരുന്നത് താൻ പഠിച്ച് ബിരുദം നേടി വലിയൊരു ജോലി വാങ്ങുന്നതായിരിക്കും, അങ്ങനെ നമ്മൾ ഈ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറും എന്നൊക്കെ പറഞ്ഞ് മാതാപിതാക്കളെ ആശ്വസിപ്പിക്കുന്നതായിരുന്നു എന്നാണ് നമുക്കിവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. എന്നാൽ കഴിഞ്ഞ ദിവസം ചേതനയറ്റ മൃതദേഹമാണ് ഇങ്ങോട്ടേക്ക് വന്നത്. മാതാപിതാക്കളെപ്പോൾ തന്നെ അയൽക്കാരും നാട്ടുകാരും ഒരുപോലെ സങ്കടത്തിലാണ്. എല്ലാവരോടും വളരെ ചിരിച്ച് കളിച്ച് വളരെ നല്ല ബോൾഡായ ഒരു കുട്ടിയാണ് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഇവിടെ നമ്മളോടൊപ്പം ഉള്ളത് ഈ സാന്ദ്രയുടെ അയൽക്കാരാണ്. അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. എന്താ പറയാനുള്ളത്? സാന്ദ്ര പറഞ്ഞ പോലെ ഭയങ്കര ബോൾഡായിട്ടുള്ള കുട്ടി തന്നെയാണ്. സാന്ദ്രേൻ്റെ വാർഡനെ ഞാൻ ഇപ്പോൾ വിളിച്ച് സംസാരിച്ച്. വാർഡൻ ഇപ്പോൾ ഒരു മാസം മുന്നേ അവർ പെട്ടെന്ന് അവിടുന്ന് സായിന്ന് ഇട്ടെറിഞ്ഞ് പോയ ആളാണ്. അപ്പോൾ എന്താ കാര്യം അവർ ഇട്ടെറിഞ്ഞ് പോകാൻ കാരണം എന്താ? നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള വാർഡനായിരുന്നു അത്. അപ്പോൾ കാരണം എന്താ എന്നുള്ള അറിയാമെന്ന് കരുതിയിട്ട് അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് നടക്കുന്നുണ്ടോ എന്ന് അറിയാനൊന്ന് ഞാൻ വിളിച്ചു നോക്കി. പക്ഷേ സാന്ദ്രേനെ കുറിച്ച് പറയാമെന്നല്ലാണ്ട് ആ കാരണമൊന്നും അവർ പറഞ്ഞിട്ടില്ല. സാന്ദ്ര ഭയങ്കര ബോൾഡാണ്. അതേപോലെ തന്നെ എല്ലാത്തിനും അവിടെ ഹോസ്റ്റലിൽ കുട്ടികളൊക്കെ നിയന്ത്രിക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും സൂപ്പർ സീനിയർ ഇവൾ തന്നെയാണ്. അപ്പോൾ ഭയങ്കര ലക്ഷ്യബോധം ഒക്കെ ഉള്ള കുട്ടിയാണ്. ഇങ്ങനെ ഒരു കുട്ടി ചെയ്യുന്ന അവർക്കും വിശ്വസിക്കാൻ കഴിയില്ല. ആ വാർഡൻ അവിടെ ഉണ്ടെങ്കിൽ എന്തായാലും അത് സംഭവിക്കില്ലാറുണ്ട്. പിന്നെ അതേപോലെ കോച്ചിനെ ഞാൻ വിളിച്ചു മുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവരും തന്നെ ഒരു സ്വഭാവ ദൂഷ്യമുള്ള ഒരു കുട്ടിയല്ല. ആ രീതിയിൽ ഒരു പെരുമാറ്റം ഈ കുട്ടീൻ്റെ അടുത്ത് നിന്നില്ല. എപ്പോഴും ഇവർക്ക് സക്സസ് ആവണം എന്നുള്ള, സ്വന്തം കുടുംബത്തിനെ രക്ഷിക്കണം, എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷിക്കണം എന്ന് മാത്രമുള്ള ഒരു ചിന്തയുള്ള കുട്ടിയാണിത്. അതേപോലെ എപ്പോഴും ഹാപ്പി ആയിട്ട് എല്ലാവരോടും കളിച്ച് ചിരിച്ച് നടക്കുന്ന, തലേ ദിവസം വരെ ഉറങ്ങാൻ പോകുന്നവരെ കുഴപ്പമില്ലാത്തൊരു കുട്ടി പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാനാന്നുള്ളത്. ഇതിൻ്റെ സെലിബ്രേഷൻ പിന്നെ ഇവർ സക്സസ് സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് കിടന്ന കുട്ടികളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ ഇത് ചെയ്യാനുള്ള ഒരു സാധ്യത അവിടെ കാണുന്നില്ല. പിന്നെ ഒളിമ്പ്യൻ അനിൽ സാറ് പറഞ്ഞ ആ കാര്യം, അപ്പോൾ ഞാൻ സാറെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ സാറ് പറഞ്ഞ് ഇതിന് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം സാറ് പറയാമെന്നാണ് പറഞ്ഞത്. ഇവിടെ വരാം, കോണ്ടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റേ കുട്ടീൻ്റെ പാരൻസും പറഞ്ഞു തന്നെയാണ് സഹകരിക്കുക എന്നുള്ള, അവർക്കും ഇത് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ അവരും സഹകരിക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതിൽ ഒരുപാട് ദുരൂഹത ഉണ്ട്. കാരണം നമ്മൾ അങ്ങോട്ട് കൊല്ലത്തേക്ക് പോയ സമയത്ത് അതിൽ വ്യക്തമായിട്ട് നമ്മൾ രാജു സാർക്ക് ഫോൺ ചെയ്ത സമയത്ത് ഫോൺ അറ്റൻഡ് ചെയ്യാത്ത ഒരു വിഷയങ്ങൾ വന്ന്, അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞത് പോലീസ് കസ്റ്റഡിയിലായിരുന്നു ഫോൺ എന്നാണ്. പക്ഷേ പോലീസിനോട് ചോദിച്ചപ്പോൾ പോലീസ് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ കസ്റ്റഡിയിൽ വെച്ചിട്ടില്ല എന്നുള്ള ഒരു വിഷയം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ പോലീസിന് കൊടുത്ത മൊഴിയും നമ്മളോട് സായിൻ്റെ അധികൃതർ പറഞ്ഞ മൊഴിയും തമ്മിൽ സായിൻ്റെ അധികൃതർ പറഞ്ഞത് 5 ആൾ ഇതിലുണ്ടായിരുന്നു എന്നാണ്, റൂമിലുണ്ടായിരുന്നു, 3 ആളെ മാറ്റി എന്നുള്ളതാണ്. പക്ഷേ പോലീസ് നമ്മളോട് പറഞ്ഞത് 4 ആളെ റൂമിലുണ്ടായിരുന്നുള്ളൂ, 2 ആളുകളെ മാറ്റി എന്നുള്ളതാണ്, ഒരാൾ തമിഴ്നാട്ടിൽ പോയി എന്നുള്ളതാണ്. അതുപോലെ സൂയിസൈഡ് നോട്ട് നമ്മൾ നോക്കി കണ്ടപ്പോൾ അതിൽ 2 പേരുടെയും സൂയിസൈഡ് നോട്ട് ഒറ്റ ഹാൻഡ് റൈറ്റിംഗ് ആണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ദുരൂഹത തീർച്ചയായിട്ടും നമ്മൾ ഉണ്ട് തന്നെയാണ് കുറച്ച് വിശ്വസിക്കുന്നത്. അതുതന്നെയാണ് നാട്ടുകാരും ഒപ്പം തന്നെ മാതാപിതാക്കളും ഒരേപോലെ ആവശ്യപ്പെടുന്നത്. ധാരാളം ദുരൂഹത ഈ സാന്ദ്രയുടെ മരണത്തിൽ ഉണ്ടായിട്ടുണ്ട്, അത് അന്വേഷിക്കണം. ഒപ്പം തന്നെ ആരാണ് ഈ മരണത്തിന് ഉത്തരവാദികൾ അവരെ കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നാണ് മാതാപിതാക്കളുടെയും ഒപ്പം തന്നെ നാട്ടുകാരുടെയും ആവശ്യം. ക്യാമറമാൻ ശൈലേഷ് കല്ലായിയോടൊപ്പം ചേതൻ സാജൻ, കൈരളി ന്യൂസ്, കോഴിക്കോട്.